ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ 9946204139 എന്ന് പറയുന്ന നമ്പറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഐറ്റംസിനെയും ഒന്ന് ചെക്ക് ചെയ്യാം. ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ ഐറ്റംസും ഞാൻ വായിച്ചതിന് ശേഷം ഏതിലാണ് വരേണ്ടത് എന്ന് ജസ്റ്റ് നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ഐറ്റം വരുന്നത് ഏതാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്ന അണ്ടറിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് EQ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് സാധാരണ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് സെക്യൂരിറ്റി പ്രീമിയമാണ്. സെക്യൂരിറ്റി പ്രീമിയവും നമ്മൾ കാണിക്കുന്നത് ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ്. ബാലൻസ് ഷീറ്റിൽ അതർ ഇക്വിറ്റി എന്നും പറഞ്ഞിട്ടാണ്. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ പാർട്ടിലാണ് ഇക്വിറ്റി സെക്യൂരിറ്റി പ്രീമിയം കാണിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് EQ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് 8% ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് നോൺ കറണ്ട് ലാബിലിറ്റി ആണ്, ലോങ് ടേം ലാബിലിറ്റി ആണ്. അപ്പം ജസ്റ്റ് NCL എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ആണ്. സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റവന്യൂ ആണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. റവന്യൂ ആണ്, ജസ്റ്റ് R എന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്ക് ഓൺ 1 April 2016 ഓപ്പണിംഗ് സ്റ്റോക്കാണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസിൽ വരും. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി ആണ്. പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്നത് അസറ്റാണ്. അതൊരു ഫിക്സഡ് അസറ്റാണ്, അതായത് നോൺ കറണ്ട് അസറ്റാണ്. NCA എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് എന്താണ്? എക്സ്പെൻസ് ആണ്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ EXP എന്ന് മാർക്ക് ചെയ്യുക, എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് വേജസ് ആണ്. വേജസ്, സാലറീസ് ഇങ്ങനെയുള്ള ഐറ്റംസിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് ആണ്, എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ ആണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് EXP എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സാലറി ആണ്. സാലറി എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് പാർട്ടിൽ കാണിക്കും. നെക്സ്റ്റ് വരുന്നത് ഓഫീസ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസ് എന്നുള്ളത് എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസ് എന്ന് പറയുന്ന പാർട്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. ഐറ്റം വരുന്നത് കമ്മീഷൻ ആണ്. കമ്മീഷൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ് 12,000. അപ്പോൾ അത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇൻകം ആയിരിക്കും സ്ഥാപനത്തിന്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ ഇൻകം എന്നും പറഞ്ഞിട്ടാണ് ഈ ഐറ്റത്തിനെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. ഇതിനെ നമ്മൾ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നതിലാണ് സാധാരണ കാണിക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. അതിനെ നമ്മൾ ട്രേഡ് പേബിൾ എന്നതിലാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ബിൽസ് പേബിളും കറണ്ട് ലാബിലിറ്റി ആണ്. അതിനെ നമ്മൾ ട്രേഡ് പേബിൾ എന്നുള്ളതിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ ഒരു നോൺ കറണ്ട് അസറ്റ് ആണ്. NCA എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് രണ്ടും കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് എന്താണ്? നോൺ കറണ്ട് അസറ്റ് ആണ്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് 10% ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 10% ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് സ്ഥാപനത്തിന് അസറ്റാണ്, നോൺ കറണ്ട് അസറ്റ് ആണ്. അതിനെ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. നെക്സ്റ്റ് വരുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഒരു നോൺ കറണ്ട് അസറ്റ് കൂടെയാണ്. NCA എന്ന് മാർക്ക് ചെയ്യുക.
നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് നമ്മൾ നോട്ട് ചെയ്യുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് അതർ ഇക്വിറ്റി എന്ന് പറയുന്ന ഏരിയയിലാണ്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഓരോ ഐറ്റത്തിനെയും നോക്കാം. അഡീഷണൽ ഇൻഫർമേഷനിൽ തരുന്ന ഐറ്റംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ കാണിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിറ്റിയിലും കാണിക്കും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഐറ്റം വരുന്നത് സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2017 ഈസ് വാല്യൂഡ് അറ്റ് ₹12,000 ആണ്. ഇതെന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ഒന്നാമത്തെ കാണിക്കുന്ന എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എവിടെയും നമ്മൾ കാണിക്കും കറണ്ട് അസറ്റിൽ ഇൻവെൻട്രീസ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ചെയ്തു ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥാപനത്തിന് എന്താണ്? ഒരു അസറ്റാണ്. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻകം എന്നും പറഞ്ഞിട്ട് അതർ ഇൻകത്തിൽ കാണിക്കണം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 6,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഇതിനെ നമ്മൾ സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ആഡ് ചെയ്യും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. അതേപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കറണ്ട് ലാബിലിറ്റി പാർട്ടിൽ അതർ എക്സ്പെൻസും അതർ ലാബിലിറ്റീസ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. നെക്സ്റ്റ് 1/10 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ടു ബി റിട്ടേൺ ഓഫ്. ഇവിടെ ചെയ്യുന്നത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ 1/10 എന്ത് ചെയ്തു? റിട്ടേൺ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഒന്നാമത്തെ കാണിക്കേണ്ടത് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിൽ എവിടെയും കാണിക്കണം. പ്രിലിമിനറി എക്സ്പെൻസ് എഴുതുന്ന സമയത്ത് അതിൽ നിന്നും മൈനസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ട്രാൻസ്ഫർ 30,000 ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്ക് 30,000 ട്രാൻസ്ഫർ ചെയ്തു. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്നതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതേപോലെ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്നും ഇതിനെ നമ്മൾ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിറ്റിയിലാണ് മറ്റൊന്ന് ഇതിനെ കാണിക്കുന്നത്. വേറൊന്ന് വരുന്നത് ഡയറക്ടേഴ്സ് റെക്കമെൻഡഡ് എ ഡിവിഡൻഡ് ഓഫ് 10% ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഷോർട്ട് ടേം പ്രൊവിഷൻ എന്നും പറഞ്ഞിട്ടാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യണം? റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്നും ബാലൻസ് ഷീറ്റിലെ റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്നും മൈനസ് ചെയ്യുകയും വേണം. അത് പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ 35,000 ആണ്. അതായത് 35,000 എന്ത് വരുന്നു? ടാക്സ് വരുന്നു, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്യും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രൊവൈഡ് ഫോർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കാണിക്കും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റിനെ ആഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഐറ്റം വരുന്നത് പ്രൊവൈഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അറ്റ് 20%. ഇതിനെ നമ്മൾ ചെയ്യുന്നത് 20% കണ്ടതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന പാർട്ടിൽ അതിൽ നിന്നും മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിനെ കാണിക്കണം. ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഹെഡിങ് കൊടുക്കുന്നു, കമ്പനിയുടെ പേരും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് as on 31 മാർച്ച് 2017 എന്ന് കൊടുക്കുന്നു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒന്നാമതായിട്ട് കാണിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? സെയിൽസ് തന്നിട്ടുണ്ട്. ആ ഒരു സെയിൽസിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നു. സെയിൽസ് എത്രയാണ് തന്നത്? 3,80,000 ആണ് സെയിൽസ് തന്നത്. ക്വസ്റ്റ്യനിൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഐറ്റം തന്നിട്ടില്ല, സെയിൽസ് റിട്ടേണും തന്നിട്ടില്ല. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ട് എത്ര കൊടുക്കുന്നു? 3,80,000 കൊടുക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ഇൻകത്തിൽ വരുന്ന രണ്ടാമത്തെ ഐറ്റം ഏതാണ്? അതർ ഇൻകം ആണ് വരുന്നത്. ഇവിടെ അതർ ഇൻകത്തിൽ
ഐറ്റംസ് 2-3 ഐറ്റംസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നോട്ട് നമ്പർ കൊടുക്കാം. നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കുന്നു. നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു നോട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തെ നമ്പർ കൊടുക്കുക, നോട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതർ ഇൻകം എന്ന് കൊടുക്കുന്നു. ഇനി അതർ ഇൻകത്തിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകമായിട്ട് വരുന്ന ഐറ്റം ഏതൊക്കെയാണ്? ക്രെഡിറ്റ് സൈഡിൽ 12,000 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കാണാം. 12,000 കമ്മീഷൻ, അത് അതർ ഇൻകം ആണ്. അപ്പോൾ ആ ഒരു കമ്മീഷനെ നമ്മളിവിടെ കാണിക്കുന്നു. കമ്മീഷൻ എത്രയാണ്? കമ്മീഷൻ്റെ വാല്യൂ തന്നത് 12,000 ആണ് വാല്യൂ തന്നത്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ടാമതായിട്ട് തന്നിട്ടുണ്ട് എന്ത്? ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 തന്നിട്ടുണ്ട്. അതും എന്താണ്? ഇൻകമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 30,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, വേറെ അതർ ഇൻകംസ് ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി? 42,000 എന്ന് കിട്ടി. ഓക്കെ, ആ 42,000-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അതർ ഇൻകം എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇൻകം സൈഡ് കഴിഞ്ഞു, ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ റവന്യൂ എത്ര വരും? ഈ 3,80,000-ഉം 42,000-ഉം കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടും? 4,22,000 ടോട്ടൽ റവന്യൂ കിട്ടും. ഒന്നാമത്തത് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ നമുക്ക് എത്ര കിട്ടും? 4,22,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് വരുന്നത്, സെക്കൻഡ് പാർട്ട് വരുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ് വരുന്നത്. സെക്കൻഡ് പാർട്ട് എക്സ്പെൻസ് ആണ് വരുന്നത്. എക്സ്പെൻസിൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡിനെയാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് പർച്ചേസസിനെയാണ്. ക്വസ്റ്റ്യനിൽ പർച്ചേസസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1,60,000 എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണിക്കേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്, അതിൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ ക്ലോസിങ്ങും, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുന്നു. അതായത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 42,000 ആണ് വരുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 12,000 ആണ് വരുന്നത്. ഈ ഓപ്പണിങ്ങിൽ നിന്നും ക്ലോസിങ്ങിനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 30,000 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കാണിക്കുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസുകളെയാണ്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസുകളെയാണ് കാണിക്കേണ്ടത്. ഇതിൽ 2-3 ഐറ്റംസ് ഉള്ളത് കൊണ്ട് നോട്ട് നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ നോട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യനിൽ വേജസ് തന്നിട്ടുണ്ടല്ലോ. വേജസ് എത്രയാണ് തന്നത്? 8,000 ആണ് തന്നത്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൽ വരുന്ന ഏതാണ്? സാലറീസ് വരുന്നുണ്ട്. സാലറീസ് എത്രയാണ്? 18,000 ആണ് വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി തന്നിട്ടുണ്ട്. എത്രയാണ്? 6,000 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 24,000 കിട്ടും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32,000 കിട്ടും. അപ്പോൾ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് എത്രയാണ്? 32,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം നമ്മൾ കാണിക്കുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം കാണിക്കേണ്ടത് ഫിനാൻസ് കോസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിലാണ് കാണിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിന് ജസ്റ്റ് നമ്മൾ നോട്ട് നമ്പർ കൊടുക്കുന്നു. 3 എന്ത് കൊടുക്കുന്നു? ഫിനാൻസ് കോസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഫിനാൻസ് കോസ്റ്റ്, അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എത്രയാണ്? 8% ഓഫ് 3 lakh ആണ്. 3 lakh ആണ് ഡിബഞ്ചേഴ്സ് തന്നത്. അപ്പോൾ 8% കണ്ടാൽ നമുക്ക് എത്ര കിട്ടും? 24,000 എന്ന് കിട്ടും. ഈ 24,000 എന്ത് ചെയ്യുന്നു? ഫിനാൻസ് കോസ്റ്റ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്.
ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ്റെ വാല്യൂ എത്രയാണ്? ഫർണിച്ചർ എന്നും പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 2000 തന്നിട്ടുണ്ട്. ആ 2000നെ നമ്മൾ കാണിക്കുന്നു ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ എന്നും പറഞ്ഞിട്ട്. ഇനി ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അതർ എക്സ്പെൻസസ് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതർ എക്സ്പെൻസസ് എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസിനെയും കാണിക്കുന്നു. ക്വസ്റ്റ്യനിൽ അതർ എക്സ്പെൻസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളത് കൊണ്ട് അതിന് നമ്മൾ നോട്ട് നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ നോട്ട് അക്കൗണ്ട്സിൽ കാണിക്കുന്നു അതർ എക്സ്പെൻസസ്. ക്വസ്റ്റ്യനിൽ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. എമൗണ്ട് എത്രയാണ്? ഓഫീസ് എക്സ്പെൻസ് ഐറ്റം 6000 ആണ് തന്നത്. ആ 6000നെ നമ്മൾ കാണിക്കുന്നു. ദെൻ അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് തന്നിട്ടുണ്ട്. 110 ആണ്. 1/10 പാർട്ടാണ്. 1/10 പാർട്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ 1/10 ഭാഗമാണ്. പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 56,000 ആണ് വരുന്നത്. ഈ 56,000ത്തിൻ്റെ 1/10 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5,600 എന്ത് ചെയ്യും? റിട്ടേൺ ഓഫ് ചെയ്യും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അതർ എക്സ്പെൻസ് എത്ര കിട്ടും? 11,600 എന്ന് ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിലിമിനറി അതർ എക്സ്പെൻസിൽ എത്ര വരും? 11,600 വരും. അപ്പോൾ എല്ലാ എക്സ്പെൻസും എഴുതി, എല്ലാ ഇൻകംസും എഴുതി. ഇനി ഈ എക്സ്പെൻസിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എക്സ്പെൻസ് കാണുന്നു. ടോട്ടൽ എക്സ്പെൻസ് ബ്രാക്കറ്റിൽ ജസ്റ്റ് 2 എന്നിടുന്നു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,59,600 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോഫിറ്റിനെയാണ് കണ്ടെത്തേണ്ടത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ്. ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒന്നും തരാത്തത് കൊണ്ട് ജസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തതിൽ നിന്നും 1ൽ നിന്നും രണ്ടാമത്തതിനെ മൈനസ് ചെയ്യുന്നു. അതായത് 4,22,000 നിന്നും ഈ 2,59,600 മൈനസ് ചെയ്യുന്നു. കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,62,400 എന്ന് പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. 1,62,600 എന്ന് കിട്ടും. ഇനി ഇതിന് ശേഷം പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് ശേഷം ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും എക്സെപ്ഷണൽ ഐറ്റംസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? ടാക്സിനെയാണ് കാണിക്കേണ്ടത്. ടാക്സ് എക്സ്പെൻസ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ ടാക്സിനെ നമ്മൾ ഇതിൽ കാണിക്കുന്നു. ടാക്സ് എത്ര വരും? 35,000നെയാണ് തന്നത്. ആ 35,000നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,27,400 എന്ന് കിട്ടും. ഇതാണ് എന്ത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,27,400 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇതിന് ശേഷം ജസ്റ്റ് നമ്മൾ കാണിക്കേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് EPS കാണിക്കണം. EPSനെ കാണിക്കണം. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണിക്കുക. EPS ഏർണിംഗ് പെർ ഷെയർ. അതായത് ഇവിടെ മൊത്തം പ്രോഫിറ്റ് വരുന്നത് 1,27,400 ആണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 80,000 ഷെയർസ് ആണ് ഇഷ്യൂഡ് വരുന്നത്. ഇവിടെ 80,000 ആണ്. അപ്പം 1,27,400 ഡിവൈഡഡ് ബൈ 80,000 എന്ന് കിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ EPSൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സെക്കൻഡ് പാർട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ജസ്റ്റ് നമ്മൾ കമ്പനിയുടെ പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2017 എന്ന് കൊടുക്കുന്നു. പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത് അസറ്റുകളെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു? അസറ്റ് കൊടുക്കുന്നു. ഈ അസറ്റിൽ ഫസ്റ്റ് കാണിക്കുന്ന ഏതാണ്? നോൺ കറണ്ട് അസറ്റുകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, നോൺ കറണ്ട് അസറ്റുകളെയാണ് കാണിക്കുന്നത്. ഈ നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് പ്രോപ്പർട്ടീസ്, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്. പ്രോപ്പർട്ടീസ്, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻ്റ് ആണ് വരുന്നത്. അതായത് പ്രോപ്പർട്ടീസ്, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റിൽ വരിക എല്ലാ ഫിക്സ്ഡ് അസറ്റുകളെയും ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ഇതേപോലെയുള്ള
എല്ലാ ഫിക്സ്ഡ് അസറ്റുകളെയാണ് കാണിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന എല്ലാ ഫിക്സ്ഡ് അസറ്റിനെയും ഇവിടെ കാണിക്കും. ജസ്റ്റ് ഇതിന് നോട്ട് നമ്പർ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ നോട്ട് നമ്പർ 4 വരെ കൊടുത്തു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. ഇനി നെക്സ്റ്റ് 5ാമത്തെ നോട്ട് നമ്പർ കൊടുക്കുന്നു. ഇനി 5 എന്ന് കൊടുത്തതിന് ശേഷം പ്രോപ്പർട്ടീസ് പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, പ്രോപ്പർട്ടീസ് പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി അതിൽ വരുന്ന ഓരോ ഐറ്റംസിനെയും നമ്മൾ നോക്കും. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യനിൽ പ്ലാന്റ് ആൻഡ് മിഷനറി തന്നിട്ടുണ്ടല്ലോ. പ്ലാന്റ് ആൻഡ് മിഷനറി എന്നും പറഞ്ഞിട്ട് 3 lakh തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഐറ്റം ഏത് തന്നിട്ടുണ്ട്? ഫർണിച്ചർ എന്നും പറഞ്ഞിട്ട് 1 lakhനെ തന്നിട്ടുണ്ട്. ഫർണിച്ചർ 1 lakhും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്യുന്നു, എത്ര കിട്ടും? 4 lakh വാല്യൂ കിട്ടും. ഈ 4 lakhനെ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് പ്ലാന്റ് എക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 4 lakh rupees വരും. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഫിക്സ്ഡ് അസറ്റുകളും നോട്ട് ചെയ്യുന്നു, അതിന് ടോട്ടൽ ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന് ട്രയൽ ബാലൻസിലാണ് തന്നത്. ട്രയൽ ബാലൻസിൽ തരുന്ന ഡിപ്രിസിയേഷനെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കും. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഡിപ്രിസിയേഷൻ തന്നതെങ്കിൽ അവിടെ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കണം. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല തന്നത്, ട്രയൽ ബാലൻസിലാണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് പ്ലാന്റ് എക്വിപ്മെൻറ്റിന് ശേഷം കാണിക്കുന്നത് ഗുഡ് വില്ലിനെയാണ്. ക്വസ്റ്റ്യനിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ? ഇപ്പോൾ 6 lakh എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 6 lakhനെ നമ്മൾ കാണിക്കുന്നു ഗുഡ് വില്ല്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിനാൻഷ്യൽ അസറ്റാണ്. ഫിനാൻഷ്യൽ അസറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റിന് നോട്ട് നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ 6ാമത്തതായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫിനാൻഷ്യൽ അസറ്റ് നോട്ട് നമ്പർ കൊടുക്കുന്നു. അതിൽ വരുന്നത് ഏതാണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. 10% ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 lakh ആണ് തന്നത്. ആ 3 lakhനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു, ഫിനാൻഷ്യൽ അസറ്റ് എന്നും പറഞ്ഞിട്ട് എഴുതുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് അതർ നോൺ കറണ്ട് അസറ്റ് ആണ്. അതർ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് നമ്പർ കൊടുക്കുന്നു 7 അതർ നോൺ കറണ്ട് അസറ്റ്. ഇതിൽ അതർ നോൺ കറണ്ട് അസറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ്, അതിൽ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ. പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 56,000 ആണ് വാല്യൂ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത വാല്യൂ 5,600നെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,400 എന്ന് കിട്ടും. ആ 50,400 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇതിനെ നമ്മൾ കാണിക്കേണ്ടത്. ഇനി നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ കാണിക്കുന്നത് കറണ്ട് അസറ്റുകളെയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് കറണ്ട് അസറ്റുകളെയാണ് കാണിക്കേണ്ടത്. കറണ്ട് അസറ്റിൽ ഫസ്റ്റ് എന്ത് വരും? ഇൻവെൻട്രീസ് വരും. ക്വസ്റ്റ്യനിൽ ഇൻവെൻട്രീസ് തന്നിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറഞ്ഞ് എത്ര തന്നിട്ടുണ്ട്? 12,000 ക്ലോസിംഗ് സ്റ്റോക്കിനെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നത് 12,000 ആണ്. അടിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഇൻവെൻട്രീസ് എന്നും പറഞ്ഞിട്ട്. അതിനെ നമ്മൾ 12,000 ഏതിൽ കാണിക്കുന്നു? കറണ്ട് അസറ്റിൽ കാണിക്കും. അടുത്ത ഇൻവെൻട്രീസിന് കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ അസറ്റുകളാണ്. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റുകളാണ് കാണിക്കുന്നത്. അതായത് കറണ്ട് അസറ്റിൽ ഇതിൽ സാധാരണ വരുന്നത് ട്രേഡ് റിസീവബിളുകൾ. ഈ ട്രേഡ് റിസീവബിൾ വരുന്നതാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 80,000 തന്നിട്ടുണ്ട്. ആ 80,000നെ ഇവിടെ കാണിക്കുന്നു, ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇതിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആണ്. ക്യാഷ് ഈക്വലൻ്റിൽ 2 ഐറ്റം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് നോട്ട് നമ്പർ കൊടുക്കുന്നു 8ാമത്തത്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്നും പറഞ്ഞിട്ട് അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ബാങ്ക് ഉണ്ട്. അത് രണ്ടിനെയും കാണിക്കുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് 30,000ഉം ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 30,000ഉം ക്യാഷ് അറ്റ് ബാങ്ക് 30,000ഉമാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ 40,000 ഇവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് അതർ കറണ്ട് അസറ്റ് ആണ്. ബാക്കിയുള്ള കറണ്ട് അസറ്റുകൾ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എത്ര? 30,000. അതൊരു കറണ്ട് അസറ്റ് ആണ്. അത് നമ്മൾ അതർ കറണ്ട് അസറ്റ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസിനെയും കാണിച്ചു. നോൺ കറണ്ട് അസറ്റ് ആദ്യം കാണിക്കുന്നു, പിന്നീട് കറണ്ട് അസറ്റിനെ കാണിക്കുന്നു.
ഇനി ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ അസറ്റ് കിട്ടും. ടോട്ടൽ അസറ്റ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 15,12,400 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ കിട്ടി 15,12,400 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത പാർട്ട് വരുന്നത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന പാർട്ടാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്തിനെ കാണിക്കുന്നു? ഇക്വിറ്റി എന്നതിനെ കാണിക്കുന്നു. ഇക്വിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കാണിക്കുന്നു. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ജസ്റ്റ് നമ്മൾ നോട്ട് നമ്പർ ഇടുന്നു. അതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർ, അതായത് ഇവിടെ ഓതറൈസ്ഡ് ഇക്വിറ്റി ഷെയർ എത്രയാണ്? ഓതറൈസ്ഡ് വരുന്നത് 1 lakh at 10 each ആണ്. അപ്പോൾ എത്ര വരും? 10 lakh ആണ് വരുന്നത്. ഇനി കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? ഇഷ്യൂഡ് 80,000 at 10 each ആണ്. അപ്പോൾ 8 lakh വരും. ഈ 8 lakh നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? ക്വസ്റ്റ്യനിൽ കോൾസ് ഇൻ അരിയേഴ്സ് തന്നിട്ടുണ്ടല്ലോ. ഈ കോൾസ് ഇൻ അരിയേഴ്സിനെ മൈനസ് ചെയ്യണം. എത്രയാണ്? 10,000 ആണ് വരുന്നത്. അപ്പോൾ എത്ര കിട്ടും? 7,90,000 എന്ന് കിട്ടും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ 7,90,000 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മൾ കാണിക്കുന്നത് ഇക്വിറ്റിയിൽ അതർ ഇക്വിറ്റിയാണ്. അതർ ഇക്വിറ്റിയാണ് കാണിക്കേണ്ടത്. അതിന് നമ്മൾ നോട്ട് നമ്പർ 10 കൊടുക്കുന്നു. അപ്പോൾ നോട്ട് നമ്പർ 10 അതർ ഇക്വിറ്റി. ഓക്കെ, അതർ ഇക്വിറ്റിയിൽ വരുന്നതാണ് സെക്യൂരിറ്റി പ്രീമിയം. നിങ്ങളെ ക്വസ്റ്റ്യനിൽ സെക്യൂരിറ്റി പ്രീമിയം തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എന്നും പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 1 lakh തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാം ട്രാൻസ്ഫർ ടു റിസർവ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു റിസർവ് എത്രയാണ്? 30,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 1,30,000 കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റിസർവ് വരുന്നത്. റിസർവിൻ്റെ പാർട്ടാണ് ഈ വരുന്നത്. റിസർവ് ആൻഡ് സർപ്ലസിനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് സർപ്ലസിൻ്റെ പാർട്ടിൽ വരുന്നതാണ് സർപ്ലസ്. നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ട്. 31/3/2016 പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ് തന്നത്. അതേപോലെ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? ഈ വർഷത്തെ പ്രോഫിറ്റ് വരുന്നത് 1,27,400 ആണ്. നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചപ്പോൾ കിട്ടിയത്. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയത്. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 2,27,400 കിട്ടും. ഓക്കെ, ഈ സർപ്ലസിൽ നിങ്ങൾ ചെയ്യേണ്ടത് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. റിസർവിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ 30,000 തന്നിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാണ്? 10% തന്നിട്ടുണ്ട്. അതായത് 7,90,000 10% ആണ്. 7,90,000 ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ 10% ആണ്. അതായത് എത്ര വരും? 79,000 വന്നിട്ടുണ്ട്. അതിനെയും ഈ സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്യണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് CDT ആണ് കാണിക്കുന്നത്. CDT നമ്മുടെ ക്വസ്റ്റ്യനിൽ 20% ആണ് തന്നത്. പക്ഷെങ്കിൽ CDT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിവിഡൻറ്റിൻ്റെ ഗ്രോസ് ഡിവിഡൻറ്റിൻ്റെ മുകളിലാണ്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഡിവിഡൻറ്റിനെ എന്തിലേക്ക് മാറ്റണം? ഗ്രോസ് ഡിവിഡൻറ്റിലാക്കി മാറ്റണം. അതായത് ഗ്രോസ് ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും 79,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 85. നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു CDT കാൽക്കുലേഷനെ കുറിച്ച്. അവിടെ ഡിവൈഡ് ബൈ 85 ആണ് നമ്മൾ എടുക്കുന്നത്. ബേസിക് CDT എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ 100ൽ നിന്നും അതിനെ മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 92,941 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ CDT കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 92,941 ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യനിൽ CDT പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് 20% ആണ്. അപ്പോൾ നമ്മൾ 20% തന്നെ എടുക്കുന്നു. ഇനി CDT പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ 17.472 ആണ് എടുക്കേണ്ടത്. 17.472. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പെർസെൻറ്റേജ് തന്നതുകൊണ്ട് ഇതിൻ്റെ 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കണ്ടു കഴിഞ്ഞാൽ 18,588 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു 18,588. ഓക്കെ,
അപ്പോൾ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യണം. എന്നിട്ട് ഈ ടോട്ടലിനെ ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. അതായത് 2,27,400 നിന്നും ഈ 3 ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 99,812 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഈ 1,30,000 അതിൻ്റെ കൂടെ ഈ 99,812 ആഡ് ചെയ്യുന്നു. അതായത് 1,30,000 പ്ലസ് 99,812 കാണുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,29,812 എന്ന് കിട്ടും. ഓക്കെ, 2,29,812. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത് 2,29,812 അതർ ഇക്വിറ്റി എന്നും പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എന്താണ്? നോൺ കറണ്ട് ലാബിലിറ്റീസ് ആണ് കാണിക്കേണ്ടത്. നോൺ കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, നോൺ കറണ്ട് ലാബിലിറ്റീസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോൺ കറണ്ട് ലാബിലിറ്റീസ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ് വരുന്നത്. ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്. അതിൽ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബോറോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബോറോയിങ്സ് എന്ന് എഴുതുന്നു. അതിന് എന്ത് കൊടുക്കുന്നു? നോട്ട് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നോട്ട് നമ്പർ 11 ബോറോയിങ്സ്. ഓക്കെ, ബോറോയിങ്സിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? ഡിബെഞ്ചേഴ്സ് ആണ്. 8% ഡിബെഞ്ചേഴ്സ് ആണ് തന്നത്. 8% ഡിബെഞ്ചേഴ്സിൻ്റെ എമൗണ്ട് തന്നത് എത്രയാണ്? 3 lakh ആണ് തന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റിനെ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് നമ്മളിപ്പം കണ്ടെത്തിയത്. അപ്പോൾ എത്ര കിട്ടും? 24,000 കിട്ടും. 3,24,000 ടോട്ടൽ കിട്ടും. ആ 3,24,000 നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്തു. ഓക്കെ, 3,24,000. ഇനി ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഏതിലേക്ക് പോകുന്നു? കറണ്ട് ലാബിലിറ്റീസിലേക്ക് പോകുന്നു. കറണ്ട് ലാബിലിറ്റീസ്. നോൺ കറണ്ട് ലാബിലിറ്റീസ് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. കറണ്ട് ലാബിലിറ്റീസിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ്. കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ്. ആ കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ ട്രേഡ് പേബിൾ ആണ് കാണിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രേഡ് പേബിൾ തന്നിട്ടുണ്ട്. ആ ട്രേഡ് പേബിളിന് ജസ്റ്റ് നമ്മൾ നോട്ട് നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ 12 എന്നിട്ടിട്ട് ട്രേഡ് പേബിൾ. ഓക്കെ, ട്രേഡ് പേബിളിൽ വരുന്ന ഏതൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് വരും, അതേപോലെ ബിൽസ് പേബിൾ വരും. നമ്മുടെ ക്വസ്റ്റ്യനിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 18,000. ബിൽസ് പേബിൾ തന്നത് എത്രയാണ്? 12,000 ആണ് ബിൽസ് പേബിൾ തന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. ആ 30,000 നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു 30,000. ഓക്കെ, ഇനി ഇവിടെ ട്രേഡ് പേബിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതർ കറണ്ട് ലാബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതർ കറണ്ട് ലാബിലിറ്റിക്ക് നമ്മൾ നോട്ട് നമ്പർ ഇടുന്നു 13 അതർ കറണ്ട് ലാബിലിറ്റീസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് വരുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നും പറഞ്ഞിട്ട് ഒരു 6,000 തന്നിട്ടുണ്ട്. ആ 6,000 ഏതാണ്? അതർ കറണ്ട് ലാബിലിറ്റീസിൽ വരും. വേറെ കറണ്ട് ലാബിലിറ്റീസ് ഒന്നും ക്വസ്റ്റ്യനിലില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ ഏത് കാണിക്കുന്നു? പ്രൊവിഷൻസിനെ കാണിക്കുന്നു. പ്രൊവിഷൻസ്. ആ പ്രൊവിഷൻസിന് നോട്ട് നമ്പർ ഇടുന്നു. ഓക്കെ, 14 പ്രൊവിഷൻസ്. ഓക്കെ, ഈ പ്രൊവിഷൻസിൽ വരുന്നതാണ് പ്രൊവിഷൻ ഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എത്രയായിരുന്നു? ക്വസ്റ്റ്യനിൽ 35,000 ആയിരുന്നു. ദെൻ നെക്സ്റ്റ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മളിപ്പം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 79,000 ആണ്. ആ 79,000 കാണിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് CDT. CDT നമ്മളിപ്പോൾ കണ്ടെത്തിയത് അതായത് എത്രയായിരുന്നു? 18,588 എന്നായിരുന്നു CDT കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,32,588 എന്ന് കിട്ടും. ആ പ്രൊവിഷൻസിന് നമ്മൾ 1,32,588 ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്തു. ഓക്കെ, ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15,12,400 എന്ന് ടോട്ടൽ കിട്ടും. അത് തന്നെയാണ് അസറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെ കണ്ടെത്തുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് വരുന്നത് CDTയുടെ കേസിലാണ്.
CDT രണ്ട് രീതിയിൽ ചെയ്യാം. CDT നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ടും ചെയ്യാം. ഇനി CDT നമുക്ക് ഇതിലേക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചുകൊണ്ടും ചെയ്യാം. രണ്ട് രീതിയിലും നിങ്ങളത് ജസ്റ്റ് നോട്ട് എന്നും പറഞ്ഞിട്ട് അടിയിൽ കാണിച്ചാൽ മതി. CDT ഇഗ്നോർഡ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്